ഒറ്റയാൻ. മെഡിക്കൽ സയൻസും വിധിയെഴുതി. എണ്ണപ്പെട്ട ദിനങ്ങൾ. കലണ്ടറിലെ താളുകൾ മറിയുന്നത് പോലും പലപ്പോഴും അറിയാറില്ല. ഇനി അതിലെ ഓരോ അക്കങ്ങളിലൂടെയും ഒച്ചിഴയുന്ന വേഗത്തിൽ സഞ്ചരിച്ചാലും 1440 മണിക്കൂറുകൾ മാത്രം. ദാ വന്നു, ദാ പോയി എന്ന പോലെ സമയം നമ്മെ മറികടക്കും. ജോലിയിലിരുന്ന കാലം 1-ാം തീയതിയിൽ നിന്നും മാസാവസാനത്തേക്ക് എത്തിക്കുന്നത് യുഗങ്ങൾ താണ്ടുന്നത് പോലെയായിരുന്നു. ഓടിക്കതച്ച് 10 മണിയിലേക്ക് എത്തുന്ന സൂചി പിന്നീട് അരച്ചും അരിച്ചുമാണ് 5 മണി വരെ എത്തിക്കുന്നത്. സമയത്തിന് നല്ല വില കിട്ടിയിരുന്ന കാലം പിന്നിട്ടു. വാച്ചിലെ സൂചികളും കലണ്ടറിലെ കറുത്ത അക്കങ്ങളും ഒരുപോലെയായി. വാച്ചിലെ സൂചികളെ വർഷങ്ങളായി കാണാറേയില്ല. വാച്ച് ഒരു അലങ്കാര വസ്തുവായി കൈത്തണ്ടയിൽ കുടിയേറുകയാണ്. വല്ലപ്പോഴും നോക്കിയെങ്കിലായി. കലണ്ടറിലെ എല്ലാ കളങ്ങളിലും ചുവന്ന അക്കങ്ങൾ നിറഞ്ഞു. സാറിന്റെ കൂടെ ആരും വന്നില്ലേ? ചോദ്യം കേട്ട് തലയുയർത്തി നോക്കിയത് സംശയത്തോടെ തന്നെ ഉറ്റുനോക്കുന്ന നേഴ്സിന്റെ മുഖത്തായിരുന്നു. ഇല്ല, കൂടെ വരാൻ ആരുമില്ല. അയാൾ പതിയെ ചുണ്ടനക്കി. അത് നേഴ്സും കേട്ട് കാണില്ല. നന്നായി. അയാൾ പതുക്കെ മനസ്സിനോട് മന്ത്രിച്ചു. അയാൾ തലയുയർത്തി നോക്കാതെ തന്നെ പറഞ്ഞു, ഡോക്ടർ എന്നെ വിളിച്ചോ? ഞാൻ ഒറ്റയ്ക്കാണ്. അത് കേൾക്കാൻ നിൽക്കാതെ നേഴ്സ് എങ്ങോ മറഞ്ഞു. ജീവിതത്തിൽ താൻ എന്നും ഒറ്റയാനായിരുന്നല്ലോ. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും വേറിട്ട വഴികളിലൂടെ നടക്കുന്നവർ. ആരെയും കൂസാത്തവൻ, ആർക്കും വേണ്ടാത്തവൻ, ആരെയും വേണ്ടാത്തവൻ എന്ന് പറയുന്നതാകും ശരി. ഓഫീസിന്റെ മേധാവിയായിരുന്ന കാലത്തും ഏവരെയും മുൾമുനിൽ നിർത്തിയിരുന്ന കൊമ്പൻ. ഈ പേര് പലരും തന്നെ കേൾക്കാതെയാണെങ്കിലും മുറുമുറുത്തിരുന്നു. പക്ഷേ ആ കൊമ്പ് ഒരിക്കൽ ഒടിയുമെന്ന് താനും മറന്നു. അത് തൻ്റെ ഗർവിനും ഹുങ്കിനും ആഴം കൂട്ടിയതേയുള്ളൂ. തന്നോടൊപ്പം ലോകാവസാനമാണെന്ന് കരുതി. തൻ്റെ കസേര ശാശ്വതമാണെന്നും അതുകൊണ്ടാകണം ഏവരുടെയും ആശംസകളുടെയും വിടചൊല്ലലിൻ്റെയും ദിവസത്തെ പോലും അയാൾ വെറുത്തത്. ആരുടെയും ആദരവുകളും അംഗീകാരങ്ങളും അയാൾ ആഗ്രഹിച്ചില്ല. ആഗ്രഹിച്ചതെല്ലാം വെട്ടിപ്പിടിച്ചിട്ടേയുള്ളൂ. അതെല്ലാം സ്വന്തം കൈപ്പിടിയിലൊതുക്കി ആർക്കും അതിൻ്റെ ക്രെഡിറ്റ് നൽകിയതുമില്ല. സർവീസിൽ നിന്ന് പിരിയുന്ന ദിവസത്തെ ഒരു സാധാരണ ദിവസമായി അയാൾ കരുതി. ആരുടെയും സഹതാപം ഏറ്റുവാങ്ങാനായി നിന്നു കൊടുക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. തോറ്റുകൊടുക്കാനും. പഠിക്കുമ്പോഴാണെങ്കിലും ജോലി ചെയ്തിരുന്ന ഓഫീസുകളിലും ഒരിക്കലും ആരുടെയും മുന്നിൽ തോറ്റിരുന്നില്ല. രക്തബന്ധങ്ങളുടെയും സ്നേഹബന്ധങ്ങളുടെയും മുന്നിലാണെങ്കിൽ പോലും തന്നെ വെളിപ്പെടുത്തേണ്ടതില്ല ആരുടെയും മുമ്പിലും. പിന്നെയാണോ ഇത്തിരി പോന്ന ഈ നേഴ്സിന്റെ മുമ്പിൽ? നേഴ്സ് വിളിക്കാതെ തന്നെ അയാൾ തിടുക്കത്തിൽ ഡോക്ടറുടെ മുന്നിലേക്കെത്തി. ഒരു ചോദ്യചിഹ്നമായി നിന്നു. കുറച്ച് ദിവസങ്ങളായി ഈ ഹോസ്പിറ്റലും താനുമായുള്ള ബന്ധം തുടങ്ങിയിട്ട്. പ്രഭാത സവാരിക്കിടെയുള്ള ഒരു തലചുറ്റലാണ് ഇവിടേക്ക് എത്തിയത്. താൻ പോലും അറിഞ്ഞില്ല. ഇവിടെ എത്തി 3-ാം ദിവസമാണ് അറിഞ്ഞത്. ഫ്ലാറ്റിലെ റെസിഡൻഷ്യൽ അസോസിയേഷൻകാരനാണ് ഈ ദിവസങ്ങളിലെ കാര്യങ്ങൾ നോക്കിയത്. ഒരു മെയിൽ ഹോം നഴ്സിനെ അവർ ഏർപ്പെടുത്തിയിരുന്നു. തൻ്റെ സ്ത്രീവിരുദ്ധം തന്നെ ആകണം ഹോം നഴ്സിന്റെ കാര്യത്തിലെ അവരുടെ ഈ ശ്രദ്ധയും. വിരമിച്ച സമയത്തെ കാശും മറ്റു പല ഡെപ്പോസിറ്റുകളും മെച്യൂരിറ്റി ആയതും കൊണ്ട് 3 ഫ്ലാറ്റുകൾ വാങ്ങി. അതും വാടകയ്ക്ക് നൽകിയിരുന്നു. ഈ വാടകകൾ ഫ്ലാറ്റ് അസോസിയേഷന്റെ ഫണ്ടിലേക്കാണ് ഇടുന്നത്. അതൊരു തുക കാണുമായിരുന്നു. അതാകണം ആശുപത്രി ചെലവുകൾക്ക് അവരെടുത്തത്. വളരെയധികം ടെസ്റ്റുകൾ നടത്തിയിരുന്നു തൻ്റെ അബോധാവസ്ഥയിൽ പോലും. ഒരാഴ്ച കഴിഞ്ഞതേയുള്ളൂ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടു. ചെക്കപ്പിനായുള്ള വരവാണെന്ന്. അതും ഡോക്ടറുടെ നിർദ്ദേശാനുസരണമാണ്. കൂടെ ആരെങ്കിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആരാണ് തൻ്റെ സ്വഭാവത്തിന് കൂടെ ഉണ്ടാവുക? ദിവസേനയുള്ള ഭക്ഷണവും മറ്റും പുറത്തെ ഒരു ഏജൻസിയെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്.
അത് ഒരു ഒഴിവുമില്ലാതെ വർഷങ്ങളായി തുടരുന്നു. ഒരു ഗ്ലാസ് പോലും കഴുകേണ്ടതില്ല. മുറികളും മറ്റും വൃത്തിയാക്കുന്നതും എല്ലാം അവർ തന്നെയാണ്. ഫ്ലാറ്റിൻ്റെ ഒരു താക്കോൽ സെറ്റ് പോലും അവരുടെ കയ്യിൽ സുരക്ഷിതവുമാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലെ പരിചയമാകാം, ഏറെക്കാലമായി അറിയുന്ന ചിരപരിചിതനെ പോലെയാണ് ഡോക്ടർ പെരുമാറിയതും. ഞാൻ സരസ്വതി ദേവിയുടെ മോനാണ്. അമ്മയെ ഞാൻ ഇപ്പോൾ ഫോണിൽ വിളിച്ചതേയുള്ളൂ. സർ എൻ്റെ മുറിയുടെ പുറത്തുണ്ടെന്ന് പറഞ്ഞു. താൻ പോലും അറിയാത്ത ഒരു സ്ത്രീയോട് എന്നെപ്പറ്റി പറഞ്ഞതിലുള്ള അമർഷം പുറത്തറിയിക്കാതെ സംശയരൂപേണ ഡോക്ടറെ നോക്കി. അത് മനസ്സിലാക്കിയതെന്ന വണ്ണം ഡോക്ടർ തുടർന്നു. സരസ്വതി ദേവി എന്ന് പറഞ്ഞാൽ മതി, സാറിന് മനസ്സിലാകും എന്നാണ് അമ്മ പറഞ്ഞത്. ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ചെറിയ ഒരു ചിരി ഉള്ളിലൊതുക്കിയതായി തോന്നി. അത് ഒരു പക്ഷേ തനിക്ക് തോന്നിയതാകാം. ആ പേരിൽ ഒതുങ്ങിപ്പോയ തൻ്റെ ജാള്യത തന്നെയാകും ഈ തോന്നലിൻ്റെ കാരണവും. ആ പേര് തന്നിൽ ഒരു നടുക്കമായി തീർന്നെങ്കിലും സരസ്വതി എന്ന ഒരു പേര് മാത്രമേ അയാളുടെ ജീവിതത്താളുകളിലൂടെ അക്ഷരങ്ങളായി എഴുതപ്പെട്ടിട്ടുള്ളൂ. അത് എവിടെയോ കേട്ട പേരൊന്നുമല്ല. ആ പേരിനൊപ്പം തൻ്റെ പേര് ചേർത്ത് വെക്കാനായി സരസ്വതിയും ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. തൻ്റെ അധികാര കസേരയുടെ ഔന്നത്യം തന്നെയാണ് ആ പേരിനെ അന്ന് തഴഞ്ഞത്. പക്ഷേ കാലങ്ങളുടെ കുത്തൊഴുക്കിൽ വിധി തൻ്റെ മുന്നിൽ പല്ലിളിച്ച് കാണിച്ചു. താൻ ഒഴിഞ്ഞ കസേരയിൽ വിധിയാളായി തനിക്ക് പകരമായി എവിടെ നിന്നോ അവളെത്തി. റിലീവിങ്ങോട് ഒരു കാക്കി കവറിലായി തൻ്റെ കയ്യിൽ വെച്ച് തന്നപ്പോൾ ആദ്യമായി ഞാൻ തോറ്റു. അല്ല, അവൾ തോൽപ്പിച്ചു. താൻ അവളെ അകറ്റി നിർത്തിയ അധികാര കസേരയുടെ ശക്തിയാൽ തന്നെ അവൾ തന്നെ തോൽപ്പിച്ചതായി അയാൾക്ക് തോന്നി. അവൾക്ക് അന്നും വാശിയൊന്നുമില്ലായിരുന്നെന്ന് അവളുടെ നിറഞ്ഞ കണ്ണുകളും റിലീവിംഗ് ഓർഡറെ നനയിച്ച കണ്ണീർ തുള്ളികളും സാക്ഷി പറഞ്ഞു. പക്ഷേ തൻ്റെ ഈഗോ ആകണം റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ വേണ്ടെന്ന് വെച്ചതും. തനിക്ക് പകരമായി ഈ ഓഫീസിൽ ചാർജ് എടുക്കുന്നത് സരസ്വതിയാണെന്ന് അറിഞ്ഞതു മുതൽ ഒരു വല്ലാത്ത നീറ്റലും ഉൾവലിയലുകളും അയാൾക്ക് തോന്നിയിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് യാത്രയെ പൗഡർ വാങ്ങുന്നത് താൻ സ്വയം അവളുടെ മുമ്പിൽ അപഹാസ്യമാകുന്നത് പോലെ അയാൾക്ക് തോന്നി. അത് അവൾക്ക് തന്നോടുള്ള പക തീർക്കാനുള്ള വേദി കൂടിയാകുമെന്ന് കരുതി. അവൾ പണ്ടത്തെ എൻ്റെ അധികാര ഗർവിൻ്റെ ഇര കൂടിയാണല്ലോ. അവളുടെ വായടയ്ക്കാൻ തൻ്റെ കയ്യിൽ ചെങ്കോലും കിരീടവും സിംഹാസനവും ഇല്ലാതാവുകയല്ലേ. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവളെ മാഡം എന്ന് സംബോധന ചെയ്യേണ്ടി വരുമെന്നുള്ള അപകർഷതാബോധം. പക്ഷേ വിധിയാകണം വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് അവളുടെ പേരാൽ തനിക്ക് പരിഗണന ലഭിക്കുന്നതും. അവളുടെ മകൻ്റെ മുമ്പിൽ താനല്ലാതായി ഒരു നമ്പർ മാത്രമായി. സാറിനെ ഇന്ന് വൈകുന്നേരം സരസ്വതി ദേവി വിളിക്കും. സാറിൻ്റെ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. സാർ ഫോൺ എടുക്കാതിരിക്കരുതേ. താൻ സരസ്വതിയെ ദേവി എന്ന് ഒരിക്കൽ പോലും വിളിച്ചിരുന്നില്ല. തൻ്റെ മാടമ്പി സ്വഭാവമാകാം ആ പേരിൻ്റെ ഉച്ചാരണത്തിന് പോലും അയിത്തം കാണിച്ചത്. വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞു സംസാരിച്ചിട്ടും. അന്ന് റിലീവിംഗ് ഓർഡർ തന്നപ്പോൾ ഒരു താങ്ക്സ് പോലും പറയാൻ മനസ്സനുവദിച്ചില്ല, ഒന്ന് പുഞ്ചിരിക്കാനും. അധികാരത്തിൻ്റെ അന്ധത കണ്ണുകളെയും മനസ്സിനെയും കാർന്നു തിന്നിരുന്നു. വാശിയായിരുന്നു, പകയായിരുന്നു. ഒന്ന് തിരിഞ്ഞ് ആ മുഖത്തേക്ക് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. താൻ വർഷങ്ങളായി വെറുത്തിരുന്ന, കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ശബ്ദത്തെയാണ് താൻ ഇന്ന് കാത്തിരിക്കേണ്ടത്. തൻ്റെ ചെവികളും. തലസ്ഥാന നഗരിയിൽ തന്നെയാണ് ഡോക്ടർ താമസിക്കുന്നത് എന്നാണ് നേഴ്സിൽ നിന്നും അറിഞ്ഞത്. താനും വർഷങ്ങളായി ഈ നഗരത്തിൻ്റെ അന്തേവാസി തന്നെയാണല്ലോ. അധികാരത്തിൻ്റെ താൻ അനുഭവിച്ച വല്ലാത്ത രുചി തന്നെയാണ് അനന്ത പത്മനാഭൻ്റെ നഗരിയിൽ തന്നെ തളച്ചിട്ടത്. തൻ്റെ അതേ നഗരത്തിൽ തന്നെയാണോ അവളും? ഇപ്പോഴും ഔദ്യോഗിക സ്ഥാനത്ത് തന്നെയാകും.
ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാകും. ഫോണിൻ്റെ ശബ്ദത്തിനെ കാതോർക്കവേ ഡോർ ബെല്ലിൻ്റെ കാതടുപ്പിക്കുന്ന മണിനാദം അയാളുടെ ചിന്തകളുടെ ആഴങ്ങളിൽ നിന്നും ഞെട്ടിയുണർത്തി. അത് അവളാകുമോ? തുടരും. കഥ മാനുവൽ ടി തോമസ്.